ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. രാഘവേട്ടൻ പിള്ളയോട് ചോദിക്കുക, ഇടോ പിള്ളേ, തൻ്റെ കൊച്ചമ്മ എന്താടോ മുഖം വീർപ്പിച്ച് കയറിപ്പോയത്? എന്നെ കണ്ടിട്ട് കണ്ട ഭാവം പോലും നടിച്ചില്ല. ഞാൻ ചോദിച്ചതിന് മറുപടിയും പറഞ്ഞില്ല. അത് പിന്നെ സാറേ, വിഷ്ണു കുഞ്ഞിനെ കണ്ട സങ്കടവാ. വിഷ്ണുവിനെ കണ്ടെന്നോ? എവിടെ വെച്ച്? അത് ഞങ്ങളിങ്ങോട്ട് വരുന്ന വഴിക്ക് വെച്ച് വിഷ്ണു കുഞ്ഞിനെ കണ്ട്. അതിനിത്ര സങ്കടപ്പെടാൻ എന്തിരിക്കുന്നു? അവനെ എന്നും ഇവിടെ വെച്ച് അവൾ കാണുന്നതല്ലേ? അല്ല സാറേ, സത്യാമ്മ ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു സാഹചര്യത്തിലാണ് വിഷ്ണു കുഞ്ഞിനെ കണ്ടത്. എടോ, താനീ അവിടെ ഇവിടെയും തൊടാതെ പറയാതെ ഒന്ന് തെളിച്ച് പറ. എന്താണെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാകുന്ന ഭാഷയെ പറ. അത് പിന്നെ ഞങ്ങൾ ഓട്ടോയിൽ ബ്ലോക്ക് ഓഫീസിൽ നിന്ന് വരുമ്പോൾ റോഡിലൊരു ലോറി നിർത്തിയിട്ടിരിക്കുന്നു. വിയർത്ത് കുളിച്ച് നമ്മുടെ വിഷ്ണു കുഞ്ഞ് ആ ലോറിയുടെ ടയറ് മാറ്റുന്നു. അത് കണ്ടിട്ട് എൻ്റെ നെഞ്ചേ തകർന്നു പോയി. പെറ്റ തള്ള സഹിക്കുവോ? ഒരമ്മയ്ക്ക് കാണാൻ പറ്റുന്ന കാഴ്ചയാണോ സാറേ അത്? അങ്ങനെ കഷ്ടപ്പെടാൻ വേണ്ടി വളർത്തിയ മോനാണോ അത്? അത് കണ്ടതിൻ്റെ സങ്കടത്തിലാണ് സത്യാമ്മ മിണ്ടാതെ കയറിപ്പോയത്. ഓട്ടോയിലിന് ചങ്ക് പൊട്ടി കരയുമായിരുന്നു, പാവം. എടോ, താൻ എന്തൊക്കെയാടോ ഈ പറയുന്നേ? അവനോടിക്കുന്ന ലോറിയുടെ ടയർ കംപ്ലൈൻ്റ് ആയാലേ താൻ പോയി ചെയ്യുവോ അവനല്ലാതെ? അല്ല പറ, താൻ പോയി ടയർ മാറ്റുവോ? അതോ അകത്തോട്ട് പോയ ഫാമ പോയി മാറ്റുവോ? അവൻ തന്നെ ടയർ മാറ്റണം, എന്നാലേ അവൻ ആ വണ്ടിയും കൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. അതെ, അത് അവൻ്റെ ചോറാ, അവൻ്റെ ജോലിയാ. അപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടെടുക്കുന്നത് തന്നെയാണ് നല്ലത്. എന്നാലേ പണം ഉണ്ടാക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് അവനും മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതെ, എല്ലാ അമ്മമാരുടെയും മക്കൾ ഈ ലോകത്ത് കഷ്ടപ്പെട്ട് തന്നെ ജീവിക്കുന്നത്. അവരാരും തന്നെ മക്കൾ കഷ്ടപ്പെട്ട് ജോലി എടുക്കുന്നുണ്ടല്ലോ എന്നും പറഞ്ഞ് കരയാറുമില്ല. അതെ, വിഷ്ണു ഈ ജോലി ഇഷ്ടപ്പെട്ടെടുത്തതാ. അതവൻ ഇഷ്ടപ്പെട്ട് തന്നെ ചെയ്യുന്നതും. പിള്ള പറയുവാ, എനിക്ക് പറഞ്ഞപ്പോൾ മനസ്സിലായി. ഇതുപോലെ സത്യാമ്മയുടെ അടുത്തുനിന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിരുന്നെങ്കിൽ. എന്തിന്? അതിൻ്റെ ഒരാവശ്യവും ഇല്ല. ഈ തള്ളക്കോഴികളെ, കോഴിക്കുഞ്ഞുങ്ങൾ ഒരുവിധം പ്രായമാകുമ്പോഴേ കൊത്തി അകത്തണം. അവർ സ്വന്തമായിട്ട് പണിയെടുത്ത് ഭക്ഷണം തേടി കഴിക്കണമെന്ന് അങ്ങോട്ട് പറയണം. അപ്പോഴേ ഇവിടെ അങ്ങനൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അതിൻ്റെ കുഴപ്പമാ ഇതെല്ലാം. നമ്മളിതൊക്കെ ചിന്തിച്ച് തല പോയിക്കേണ്ട ഒരു കാര്യവും ഇല്ല. മനസ്സിലായോടോ പിള്ളേ? എന്നാ പിന്നെ സാറേ, ഞാൻ അങ്ങോട്ട്. എങ്ങോട്ട്? അല്ല, ഞാൻ വീട് വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞതാ. താൻ എങ്ങോട്ടും ഇപ്പോൾ പോകുന്നില്ല. ഇവിടെ നിൽക്കടോ, തന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഓ പിള്ളേ, നമുക്കൊന്നിച്ച് ശാലിനി കിടക്കുന്ന ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോകാം. അയ്യോ എൻ്റെ സാറേ, ഞാനില്ല. എടോ, ഫാമിൽ ഇനി ഉടനെയൊന്നും പുറത്തോട്ട് ഇറങ്ങത്തില്ലടോ. ആ സമയം കൊണ്ട് നമുക്ക് പോയിട്ട് വരാമെന്ന്. അയ്യോ സാറേ, അത് വേണോ? എടോ വേണോടോ. ഈ ഒരവസ്ഥയെ ശാലിനി മോൾ അങ്ങനെ കിടക്കുമ്പോഴേ പോയി കണ്ടില്ലെങ്കിൽ അതൊരു വല്ലാത്ത മോശമല്ലേ? എടോ പിള്ളേ, താൻ എൻ്റെ കൂടെ ഒന്ന് വന്നാൽ മതിയെന്ന്. ഫാമയുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. സുസ്മിതയുടെ വീട്ടിൽ ശാലിനിയുടെ ശത്രുക്കളെല്ലാം ഒത്തുകൂടിയിരിക്കുവാണ്. ദൈവത്തിന് ചില നേരം അവളോട് സ്നേഹം അങ്ങ് കൂടും. ആ സമയത്ത് അവളെ എന്ത് ചെയ്താലും അവളുടെ ആയുസ്സിന് ഒരു കോട്ടവും തട്ടില്ല. ചന്ദ്രബോസ് പറയുക, ജോൺ സാറേ, നമുക്കിപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് ലേലത്തിൻ്റെ പ്രാരംഭഘട്ടങ്ങളല്ലേ? അത് നമ്മൾ പൂർവാധികം ഭംഗിയോടെ നാളെ തന്നെ അങ്ങ് തുടങ്ങാം. ജോൺ സാർ എന്ത് പറയുന്നു? ഇനി തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ? തടസ്സങ്ങളേ ഉള്ളു. കുറഞ്ഞ സമയത്തിനുള്ളിൽ ലേല നടപടിക്രമങ്ങൾ തീർക്കണമെന്നുള്ളത് വലിയൊരു കടമ്പ തന്നെയാണ്. അത് തന്നെയാണ് ആദ്യത്തെ തടസ്സവും. പ്രധാനമായും ഈ ലേലവസ്തു നമുക്ക് തന്നെ വേണമെന്നുള്ളത് കൊണ്ട് നിലവിലെ നിയമങ്ങളെ നമുക്കിവിടുന്ന് പൊളിച്ചെഴുതേണ്ടി വരും. അതിലൊന്ന്, ലേലം നടത്തുന്ന അവസരങ്ങളിൽ പൊതുലേലത്തിന് പരമാവധി പ്രചാരം നൽകുന്ന രീതിയിൽ കൂടുതൽ ആളുകളെ ലേലത്തിൽ പങ്കെടുപ്പിക്കുന്നതിനും വില്ലേജ് ഓഫീസറിലാണ് ഓൾറെഡി അധികാരപ്പെട്ടിട്ടുള്ളത്. അത് അയാളുടെ ജോലിയുടെ ഭാഗമാണ്. പക്ഷെ അയാളുടെ ജോലി മാന്യമായിട്ട് ചെയ്താൽ നമ്മുടെ പദ്ധതികൾ, അതായത് ലേലം നമ്മൾ തന്നെ പിടിക്കണമെന്നുള്ള പദ്ധതികൾ നടപ്പാകില്ല. അപ്പോൾ ആദ്യം നമ്മുടെ പക്ഷത്തേക്ക് വരേണ്ടതും വരുത്തേണ്ടതും ആളെ കൂട്ടാൻ നിയോഗം വില്ലേജ് ഓഫീസർക്കാണുള്ളത്. ചന്ദ്രബോസ് പറയുക, അതൊക്കെ ശരിയാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അതിനൊരു വഴിയുണ്ട്. സുസ്മിതയോട് ചോദിക്കുന്നു, മോളെ, നമ്മുടെ ആ കുഞ്ഞുഞ്ഞിൻ്റെ അനിയനല്ലേ ഇപ്പോഴത്തെ വില്ലേജ് ഓഫീസർ? കുഞ്ഞിന് ഒരുപാട് സഹായങ്ങൾ ഞാൻ പല രീതിക്ക് ചെയ്തു കൊടുത്തിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ ഈ ചെയ്ത സഹായമൊന്നും തിരിച്ചു ചോദിക്കുമല്ല, പകരം എടുപ്പിക്കുന്ന ജോലി ചെയ്യാതിരിക്കുക. അങ്ങനൊരു സഹായം ചോദിച്ചാൽ ആരാടി മോളെ ചെയ്യാതിരിക്കുന്നത്? കളക്ടർ ജോൺ പറയുക, മറ്റൊരു കാര്യം കൂടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നോട്ടീസുകൾ നടത്തുകയും പ്രസിദ്ധീകരിക്കുന്നതിലുള്ള വീഴ്ചകളും, അതായത് വസ്തുതാപരമായ വീഴ്ചകൾ വരാതെ കാര്യങ്ങൾ കൃത്യമായി നീക്കിയില്ലെങ്കിൽ ലേലം അസ്ഥിരപ്പെടുത്തി പുനർലേലത്തിന് കളക്ടർക്ക് ഉത്തരവിടാവുന്നതാണ്. അതായത് അങ്ങനെ ഉത്തരവിടാൻ അധികാരമുള്ളത് കളക്ടർക്കാണെന്ന് എടുത്തു പറയാനുണ്ടായ കാരണം, കളക്ടർ ശാലിനി അധികാര കസേരയിലെത്തിയാൽ
ഈ ഒരു വകുപ്പിൽ ശാലിനിക്ക് കയറി പിടിക്കാത്ത രീതിയിലായിരിക്കണം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ കൊണ്ട് കാര്യങ്ങൾ നീക്കാൻ. ഇല്ലെങ്കിൽ ഇപ്പം നടന്ന ലേലം അസ്ഥിരപ്പെടുത്തി പുനർലേലത്തിന് ഉത്തരവിടാവുന്നതാണ്. ശാലിനി അങ്ങനെ ചെയ്താൽ നിങ്ങൾ മനസ്സിൽ കണ്ടിരിക്കുന്ന ഒരു പദ്ധതി ഇവിടെ നടക്കില്ല. ഇത് മാത്രമല്ല, ഈ ഒരു കള്ളക്കളിക്ക് കൂട്ടുനിന്ന സകലരെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി ശിക്ഷാ നടപടികൾക്ക് വിധേയമാക്കാൻ കളക്ടർക്ക് കഴിയും. ചന്ദ്രബോസ് പറയാം, സാറേ ഈ ലേലം നമ്മൾ തന്നെ പിടിക്കും. മസിൽ പവറെങ്കിൽ മസിൽ പവർ, വില കൊടുത്ത് വാങ്ങാവുന്ന എന്താണെങ്കിൽ നമ്മൾ വാങ്ങുകയും ചെയ്യും. സാറിന് മഹാഭാരതത്തിലെ കഥയറിയോ? പാണ്ഡവർ ജയിക്കേണ്ടത് കൃഷ്ണൻ്റെ ആവശ്യമായിരുന്നു. ജയം തന്നെയായിരുന്നു ലക്ഷ്യം. അതുപോലെ തന്നെയാണ് ഇവിടെയും. ഈ ലേലം നമ്മൾ പിടിക്കുക തന്നെ ചെയ്യും. ചന്ദ്രബോസേ, കാര്യങ്ങളൊക്കെ ശരി തന്നെ, പക്ഷേ നിയമപരമായി നേരിടാനുള്ള അവസരം ശാലിനിക്ക് ഉണ്ടാക്കി കൊടുക്കരുതെന്നേ ഞാൻ പറയുന്നുള്ളൂ. കാരണം ശാലിനിയുടെ അഭാവത്തിലാണ് നമ്മൾ ഈ ലേലം പിടിക്കുന്നത്. ലേലത്തിൽ പങ്കെടുക്കാൻ സാധ്യതയുള്ള എല്ലാവരെയും നമ്മൾ നമ്മുടെ ശക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് അകറ്റി നിർത്തും. പക്ഷേ പിന്നീട് ശാലിനി തിരിച്ചെത്തിയ കസേരയിൽ ഇരുന്ന് കഴിയുമ്പോൾ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നതിനെതിരെ കരുക്കൾ നീക്കാൻ അവൾക്ക് ഒരവസരവും കൊടുക്കരുതെന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അവൾക്ക് നിന്ന് കളിക്കാനുള്ള സ്പേസ് ഇവിടെ കൊടുക്കരുത്. അഥവാ അങ്ങനെ കൊടുത്താൽ നമുക്കെല്ലാവർക്കും അത് അപകടമാണ്. ഇത്രയും നേരം ഇതൊക്കെ കേട്ടോണ്ടിരുന്ന സുസ്മിത പറയുക, ചിറ്റപ്പ, അവൾ കുത്തേറ്റ് കിടക്കുന്നിടത്തോട്ട് ഞാൻ പോയിട്ട് വന്നതാ. അത് അവളോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടോ അവൾ പൂർണ്ണ ആരോഗ്യവതിയായി തിരിച്ചു വരാൻ മുട്ടിപ്പായി പ്രാർത്ഥിക്കാനോ ഒന്നും അല്ല. കട്ടിലിൽ നിന്ന് അവൾക്ക് എപ്പോൾ പൊങ്ങാൻ പറ്റുമെന്ന് അറിയാൻ പോയതാ. ഉറിവുണങ്ങുന്ന ആ നിമിഷം തന്നെ അവൾ അവളുടെ കസേരയിൽ വന്നിരിക്കും. അവളങ്ങനെ വന്നിരിക്കുന്ന ആ നിമിഷം തന്നെ നമ്മളുടെ പദ്ധതികൾക്ക് തുരങ്കം വെക്കുന്നത് എങ്ങനെയാണെന്നായിരിക്കും. ഈ ചിറ്റപ്പൻ ഒറ്റ ഒരുത്തം കാരണോ, അല്ലെങ്കിൽ ആ കുത്തിയവനോടെ കുറച്ചുകൂടെ ആഴത്തി കുത്താൻ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് അവളുടെ 16 അടിയന്തരം കഴിഞ്ഞേനെ. ചിറ്റപ്പൻ അന്തരം പറഞ്ഞ എന്തുവാ, ആഞ്ഞു കുത്തിയാൽ കാറ്റ് പോവും, കുറച്ചു നാളത്തേക്കൊന്ന് മാറ്റി നിർത്തിയാൽ മതിയെന്ന്. ഇല്ലെങ്കിൽ അന്വേഷണം ഉണ്ടാകുമെന്ന്. എന്ത് അന്വേഷണമാ ചിറ്റപ്പ? മാർട്ടിൻ്റെ ഭാര്യയുടെ അക്കൗണ്ടിലോട്ട് ഒരു 5 ലക്ഷം രൂപ ഇട്ടുകൊടുത്തിരുന്നെങ്കിൽ ഈ ജന്മം അവൻ നമ്മളുടെ ആരുടെയും പേര് പറയത്തില്ലായിരുന്നു. കുറച്ചുകൂടെ കാശെറിഞ്ഞ് കാര്യം നേടിയിരുന്നെങ്കിൽ ശാലിനി വിഷ്ണു എന്നുള്ള ആ പേര് എന്നേക്കുമായി ഈ ഭൂമുഖത്തുനിന്നും തുടച്ചു മാറ്റായിരുന്നു. ജോൺ പറയുക, അങ്ങനെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. ഇതിപ്പോൾ വന്ന് ചാർജ് എടുത്തു കഴിഞ്ഞാൽ അറ്റവും തുമ്പും എല്ലാം നോക്കി നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നതിനെല്ലാം ശാലിനി ചികഞ്ഞെടുക്കുമെന്നുള്ളതിന് യാതൊരു തർക്കവും വേണ്ട. ഏടിയമായ എനിക്കും പണി കിട്ടും. ചന്ദ്രബോസ് പറയുക, സാറേ, അവള് വെക്കുന്ന പണിക്ക് മുൻപേ അതിൻ്റെ മുകളിൽ നമ്മളൊരു പണി വെക്കണം. ആ വഴിക്ക് സാറൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. എഴുന്നേറ്റ് വരുന്ന അവൾക്ക് ഒന്ന് നേരെ പോലെ നിൽക്കാൻ വയ്യാതെ 1.5 ഓട്ടം ഓടിക്കുന്ന ഒരു പണി. സാറൊന്ന് ആലോചിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ആലോചിക്കണം. പാമ്പ് ചാകാനേ വാലിൽ തല്ലിയിട്ട് കാര്യമില്ല, തലയ്ക്ക് തന്നെ തല്ലണം. ഈ പത്തി വിടർത്തി നിൽക്കാൻ പറ്റാത്ത വിധത്തിൽ അടിക്കണം. ലേല നടപടികൾക്കൊപ്പം പറ്റുമെങ്കിൽ നമുക്ക് ആ ഒരു കളിയും കൂടെ അണിയറയിൽ ഒരുക്കി നിർത്തണം. അതിൽ അവൾ വീഴണം. വീഴുക മാത്രമല്ല, എന്നേക്കുമായി അവൾ വീണൊടുങ്ങണം. ചിറ്റപ്പ, അവളുടെ ആയുർരേഖയ്ക്ക് കുറുകെ ഒരൊറ്റ വര വരയ്ക്കാൻ എൻ്റെ ചിറ്റപ്പന് മാത്രമേ കഴിയൂ. ഇനി അവൾ നമ്മളുടെ മുന്നിൽ നിന്ന് ആജ്ഞാപിക്കരുത്. നമ്മൾ പറയുന്നത് കേട്ട് അനുസരിക്കണം. ശാരദാമ്മ ഓടി വന്ന് ശാലിനിയോട് പറയുക, മോളെ, അച്ഛനും പിള്ളച്ചേട്ടനും കൂടെ വരുന്നുണ്ട്. ശാലിനിയുടെ ആ കിടപ്പ് കണ്ട് രാഘവേട്ടൻ അങ്ങ് സങ്കടപ്പെടുവാണ്. ശാരദാമ്മ പറയുന്നു, 2 പേർക്കും കുടിക്കാൻ ഞാൻ ചായ എടുക്കട്ടെ? വേണ്ട ശാരദാമ്മേ, വിശപ്പും ദാഹവും ഒന്നും ഇപ്പോൾ എനിക്കില്ല. പുതിയ വീട്ടിലെ താമസമൊക്കെ എങ്ങനെയുണ്ടച്ചാ? സുഖമാണോ? ഒരനുഗ്രഹം പോലെ കിട്ടിയ വീടാ മോളേത്. ആ സമയത്ത് അങ്ങനെ ഒരു വീട് കിട്ടിയത് വലിയ അനുഗ്രഹമായി. ശാരദാമ്മ ചോദിക്കുക, രാഘവേട്ടൻ ഇങ്ങോട്ട് വന്നത് സത്യാമ്മ അറിഞ്ഞില്ലേ? അതെല്ലാം ഈ പിള്ളയുടെ പ്ലാനാ. ഫാമ ഒരു സഞ്ചി എടുത്തുകൊണ്ട് പുറത്തോട്ട് പോയി. ആ സമയം നോക്കി ഞങ്ങൾ ഇങ്ങോട്ടിങ്ങ് പോന്നു. സത്യാമ്മ തിരിച്ചങ്ങ് എത്തുന്നതിന് മുമ്പേ ഞങ്ങൾക്ക് അവിടെ അങ്ങ് എത്തണം. അച്ഛൻ എന്തിനാ ഇത്രയും ബുദ്ധിമുട്ടി ഇങ്ങോട്ട് വന്നത്? എനിക്കിപ്പോൾ കുഴപ്പമൊന്നും ഇല്ലച്ചാ. മോളെ, കേസും കാര്യങ്ങളൊക്കെ എങ്ങനെയാ? അതൊക്കെ മുറ പോലെ നടക്കുന്നുണ്ടച്ചാ. ജപ്തി നടപടികളിൽ നിന്നും എന്നെ ഒഴിവാക്കി നിർത്തണം. അതിനുവേണ്ടി വന്നവരാ അവർ. ഭാഗ്യത്തിന് വിഷ്ണുവേട്ടൻ ആ വഴി വന്നില്ലായിരുന്നെങ്കിൽ ഞാനിന്ന് ഭിത്തിയിലൊരു പടവായിട്ടിരുന്നാനെ. ജടകൊഴിഞ്ഞ സിംഹമായി പോയില്ലേ ഞാൻ. അല്ലെങ്കിൽ എൻ്റെ നെഞ്ചത്തൂടെ ചവിട്ടിയെ അവർക്കന്ന് ജപ്തി നടത്താൻ പറ്റത്തുള്ളായിരുന്നു. പിള്ളച്ചേട്ടൻ പറയാ, എന്നാൽ നമുക്ക് ഇറങ്ങിയാലോ? ഒരു ചെറിയ ഗ്യാപ്പിൽ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാ. സത്യാമ്മ വരുന്നതിന് മുമ്പേ അങ്ങ് ചെല്ലണം. രാഘവേട്ട, ഇത്രയൊക്കെ ആയിട്ടും സത്യാമ്മയ്ക്ക് ശാലിനിയോടുള്ള വൈരാഗ്യം തീരുന്നില്ലല്ലോ. എന്ത് ചെയ്യാനാ ശാരദാമ്മേ? ചില പഴഞ്ചൊല്ലൊക്കെ പറയാറില്ലേ, അവർ പിടിക്കുന്ന മുയലിന് 4 കൊമ്പാന്ന്. അത്രേ ഉള്ളു ഫാമയുടെ കാര്യവും. പക്ഷെ ഒരു കാര്യത്തിലാണ് മോളെ ഫാമ എന്നെ അത്ഭുതപ്പെടുത്തിയത്. ഫാമയുടെ മനസ്സിൻ്റെ കട്ടിയാണ്.
എല്ലാം നഷ്ടപ്പെട്ട് തെരുവിലോട്ട് ഇറങ്ങിയിട്ടും ഒരു തുള്ളി കണ്ണുനീര് പൊടിച്ചില്ലെന്നുള്ളതാ. കാരണം അവൾക്കും അറിയാം ഇതെല്ലാം അവളായിട്ടുണ്ടാക്കിയതാണെന്നേ. ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അവൾക്ക് തന്നെ. അവൾ മൂലമാ ഇതെല്ലാം ഉണ്ടായതെന്നും അവൾക്ക് നന്നായിട്ടറിയാം. പിന്നെ മോളോടുള്ള അവളുടെ വിരോധം അതവൾക്ക് മാറണമെന്നുണ്ടെങ്കിൽ അവളുടെ മനസ്സിൽ എന്തോ ധരിച്ചുറപ്പിച്ചു വെച്ചിരിക്കുന്ന എന്തോ ഒരു കരട് അതെന്നേക്കുമായി ഇല്ലാതാകണം. അല്ലാതെ ഫാമ മാറില്ല മോളെ. ഇനി അധിക നേരം ഞാൻ ഇരിക്കുന്നില്ല മോളെ, ഫാമ വരുന്നതിന് മുമ്പ് അങ്ങ് ചെല്ലണം എന്നും പറഞ്ഞ് പിള്ളയും രാഘവേട്ടനും അങ്ങ് പോയി. മോളെ, രാഘവേട്ടൻ പറഞ്ഞ കരടെന്താണെന്ന് മോക്ക് മനസ്സിലായോ? മനസ്സിലായമ്മേ, വരട്ടെ. ഏതായാലും ഇത്രയൊക്കെ ആയില്ലേ, ഇനി ഇതൊക്കെ ഒന്ന് കഴിയട്ടെ, എന്നിട്ട് പിന്നെ നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാം. അതുവരെ ആ കരട് അങ്ങനെ തന്നെ നിൽക്കട്ടമ്മേ. നൂർജഹാൻ സത്യഭാമയെ കാണാൻ വരികയാണ്. കയ്യിലൊരു സമ്മാനപ്പൊതിയുണ്ട്. കൃഷ്ണഭഗവാന്റെ വിഗ്രഹമാണത്. നൂർജഹാൻ വന്ന് സത്യാമ്മയെ സത്യാമ്മയെന്ന് വിളിക്കുമ്പോൾ സത്യാമ്മ ചിരിച്ചോണ്ട് ഓടി വരുന്നുണ്ട്. എന്തുവാ മോളെ കയ്യിൽ? അത് ഞാൻ സത്യാമ്മയ്ക്കൊരു സമ്മാനവും കൊണ്ട് വന്നതാ. സമ്മാനമോ? എന്താണെന്ന് പറഞ്ഞില്ലല്ലോ മോള്. സത്യാമ്മ ഇങ്ങോട്ട് വന്നേ, ഞാൻ കാണിച്ചു തരാം. നൂർജഹാൻ പറയുക, അതെ, ഹിന്ദു ആചാരപ്രകാരം പൊട്ടിയ വിഗ്രഹങ്ങൾ വീട്ടിൽ വെക്കാൻ പാടില്ലെന്നല്ലേ പറയുന്നത്. സമ്പത്തും ഐശ്വര്യം വരുന്നതിനെ അത് തടയും. അതുകൊണ്ട് സത്യാമ്മയുടെ ഈ പൊട്ടിയ കൃഷ്ണനെ നമുക്കങ്ങ് മാറ്റാം എന്നും പറഞ്ഞ് നൂർജഹാൻ ആ കൊണ്ടുവന്ന പൊതി അങ്ങോട്ട് അഴിച്ച് കൃഷ്ണഭഗവാനെ എടുത്ത് സത്യാമ്മയുടെ കയ്യിലോട്ട് കൊടുക്കുവാണ്. കൃഷ്ണഭഗവാന്റെ വിഗ്രഹം കിട്ടിയതും സത്യാമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. നന്നായിട്ടുണ്ട് മോളെ, കാണാൻ നല്ല ചന്തമുണ്ട്. ഇത് പിന്നെ ദൈവങ്ങളിൽ ഏറ്റവും സുന്ദരൻ കൃഷ്ണൻ തന്നെയല്ലേ? എൻ്റെ കൂടെ പഠിക്കുന്ന എൻ്റെ കൂട്ടുകാർ കൂടുതൽ പേര് ഹിന്ദുക്കളാണ്. അവരുടെയൊക്കെ ഇഷ്ട ഭഗവാൻ കൃഷ്ണനാണ്. ഈ സുന്ദര കൃഷ്ണനെ ഇഷ്ടപ്പെടാൻ വേറെയും കാരണങ്ങളുണ്ടല്ലോ. ഈ പ്രേമത്തിനൊരു പ്രത്യേക ഭാവം തന്നെ നൽകിയത് ഈ കൃഷ്ണ ഭഗവാനാണല്ലോ. കൃഷ്ണൻ്റെയും രാധയുടെയും പ്രണയം തന്നല്ലേ കഥകളിൽ ഏറ്റവും സുന്ദരമായിട്ടുള്ളത്. കൃഷ്ണനോട് രാധയ്ക്കുള്ള ഭക്തി തന്നെയായിരുന്നു കൃഷ്ണനോടുള്ള പ്രണയവും. ഈ കഥകളൊക്കെ മോൾക്ക് നല്ലതുപോലെ അറിയാമല്ലോ. സത്യാമ്മയ്ക്കറിയാവോ, കോളേജിൽ വെച്ച് നടന്ന ഡാൻസ് കോമ്പറ്റീഷനിലെ രാധയായിട്ട് അഭിനയിച്ചത് ഞാനാ. കൃഷ്ണനെ ഭക്തി കൊണ്ടും പ്രേമം കൊണ്ടും കീഴടക്കിയ രാധ. അതെനിക്ക് ഉൾക്കൊണ്ട് അഭിനയിക്കണമെങ്കിൽ അവരുടെ പ്രണയത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞല്ലേ പറ്റൂ. അങ്ങനെ കഥകളെല്ലാം ഞാൻ വായിച്ച് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ നൂർജഹാൻ കൊണ്ടുവന്നു കൊടുത്ത ആ കൃഷ്ണപ്രതിമയും കൃഷ്ണനെക്കുറിച്ച് വർണ്ണിക്കുന്ന ആ നൂർജഹാനെയും സത്യഭാമയ്ക്ക് ഒരുപാട് ഇഷ്ടമാകുന്നുണ്ട്. സത്യഭാമ ഇങ്ങനെ നൂർജഹാൻ്റെ ആ വർത്തമാനങ്ങളെല്ലാം ഇങ്ങനെ സന്തോഷത്തോടെ കേട്ട് നിൽക്കുവാണ്. മുസ്ലിം പെൺകുട്ടിയാണെങ്കിലും കൃഷ്ണഭഗവാനെക്കുറിച്ച് ഇത്രയധികം പറയുന്നല്ലോ. അങ്ങനെ സത്യഭാമ പൊട്ടിയ കൃഷ്ണ വിഗ്രഹം എടുത്ത് മാറ്റി വെച്ചിട്ട് നൂർജഹാൻ കൊണ്ടുവന്ന പുതിയ കൃഷ്ണൻ്റെ വിഗ്രഹം അവിടെ വെക്കുവാണ്. എന്നിട്ട് സത്യഭാമ നൂർജഹാനോട് ചോദിക്കുന്നു, അല്ല, അന്ന് ആരോ പെണ്ണ് കാണാൻ വന്നിട്ട് എന്തായി? ഓ, അതെൻ്റെ ബാപ്പിച്ചി അങ്ങ് ഉറപ്പിച്ച മട്ടാ സത്യാമ്മേ. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് പഠിച്ചാൽ മതി. എനിക്ക് ഇനിയും നിറയെ പഠിക്കാനുണ്ട്. എന്ത് ചെയ്യാനാ, ബാപ്പിച്ചിയോട് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ബാപ്പിച്ചി കേൾക്കത്തില്ല. നൂർജഹാൻ ഇങ്ങനെ പറയുന്നതൊക്കെ സത്യഭാമ ഇങ്ങനെ കേട്ട് നിൽക്കുവാണ്. സത്യഭാമയ്ക്ക് നൂർജഹാനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ ഇഷ്ടം ഇനി എന്താണെന്ന് അറിയില്ല. വിഷ്ണുവിനെ കൊണ്ട് നൂർജഹാനെ വിവാഹം കഴിപ്പിക്കാൻ സത്യാമ്മ ഒരുങ്ങുമോ എന്നുള്ളതൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ പറയാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.